കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സോൾവ് എക്സ് യൂസിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് പ്രൊപ്പോർഷൻ, യൂസിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എന്താണ്? പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ അത് റൂട്ട് എക്സ് പ്ലസ് 5 പ്ലസ് റൂട്ട് എക്സ് മൈനസ് 16 ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് 5 മൈനസ് റൂട്ട് എക്സ് മൈനസ് 16 ഈസ് ഈക്വൽ ടു 7/3. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ആൾട്ടർനേറ്റോ കോമ്പോണന്റോ ഡിവിഡന്റോ അപ്ലൈ ചെയ്യാൻ പോവാണേ. രണ്ട് സൈഡിലും കോമ്പോണന്റോ ഡിവിഡന്റോ അപ്ലൈ ചെയ്യാൻ പോവാം. അപ്പൊ ന്യൂമറേറ്റർ ഇത്രയുമാണ്. അപ്പൊ അത്രയും എഴുതണം. എന്താ? റൂട്ട് എക്സ് പ്ലസ് 5 പ്ലസ് റൂട്ട് എക്സ് മൈനസ് 16 അതാണ് ന്യൂമറേറ്റർ. പ്ലസ് ഡിനോമിനേറ്റർ എന്താ? റൂട്ട് എക്സ് പ്ലസ് 5 മൈനസ് റൂട്ട് എക്സ് മൈനസ് 16. അപ്പം ഒരെണ്ണമായി ഹോൾ ഡിവൈഡഡ് ബൈ, ഇനി ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ എക്സ് പ്ലസ് 5 പ്ലസ് റൂട്ട് എക്സ് മൈനസ് 16 മൈനസ് രണ്ട് ടേം ഉള്ളതുകൊണ്ട് തന്നെ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. റൂട്ട് എക്സ് പ്ലസ് 5 മൈനസ് റൂട്ട് എക്സ് മൈനസ് 16. ഓക്കെ, ഈസ് ഈക്വൽ ടു 7. ഇപ്പുറത്തും ചെയ്യണം. 7 പ്ലസ് 3 ഡിവൈഡ് ബൈ 7 മൈനസ് 3. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ഇതും എന്തായാലും ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ഇതും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി ഇത് റൂട്ട് എക്സ് പ്ലസ് 5ഉം റൂട്ട് എക്സ് പ്ലസ് 5 രണ്ടും കൂടെ ആഡ് ചെയ്യുക. ശരിക്കും ഇതൊരു മാങ്ങയായിട്ട് കൺസിഡർ ചെയ്യാം. റൂട്ട് എക്സ് പ്ലസ് 5 ഒരു മാങ്ങ, മറ്റേ റൂട്ട് എക്സ് പ്ലസ് 5 മറ്റേ മാങ്ങ. അപ്പൊ രണ്ടും ഒരു മാങ്ങയോടെ കൂട്ടുമ്പോൾ രണ്ട് മാങ്ങ. അപ്പം ഒരു റൂട്ട് എക്സ് പ്ലസ് 5ഉം മറ്റേ റൂട്ട് എക്സ് പ്ലസ് 5 കൂടെ കൂട്ടുമ്പോൾ രണ്ട് റൂട്ട് എക്സ് പ്ലസ് 5. അപ്പൊ മുകളിൽ രണ്ട് റൂട്ട് എക്സ് പ്ലസ് 5 എന്ന് വരുന്നു. ഡിവൈഡഡ് ബൈ താഴെ നമുക്ക് വേണമെങ്കിൽ അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ട് റൂട്ട് എക്സ് പ്ലസ് 5 പ്ലസ് റൂട്ട് എക്സ് മൈനസ് 16 മൈനസ് റൂട്ട് എക്സ് പ്ലസ് 5 മൈനസ് പ്ലസ് ആവും പ്ലസ് റൂട്ട് എക്സ് മൈനസ് 16 വരും. ഓക്കെ, ഈസ് ഈക്വൽ ടു 7 പ്ലസ് 3 10, 7 മൈനസ് 3 4. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ ഇവിടെ റൂട്ട് 5ന്റെ ടേം ആണ് ക്യാൻസൽ ആയി പോകുന്നത്, പ്ലസും മൈനസും വരുന്നത്. മറ്റേത് കൂട്ടുമ്പോഴത്തേക്ക് എത്ര നമുക്ക് കിട്ടുന്നത്? അപ്പം 2 റൂട്ട് എക്സ് പ്ലസ് 5 ഡിവൈഡ് ബൈ 2 റൂട്ട് എക്സ് മൈനസ് 16 ഈസ് ഈക്വൽ ടു എത്രയാ? 10/4. ഇതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5/2 എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്കറിയാം ഇത് സ്ക്വയർ റൂട്ടാ. റൂട്ടിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവാണെങ്കിൽ അതെന്തായിട്ട് മാറും? സ്ക്വയറിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ റൂട്ട് ആണെങ്കിൽ റൂട്ടിനെ അപ്പുറത്തോട്ട് കൊണ്ടുമ്പോൾ സ്ക്വയർ ആവും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ് ചെയ്താൽ മതി. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്. അപ്പം നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് എത്ര വരാം? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 5ന്റെ എന്താണ്? സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ എത്രയാ? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് 16ന്റെ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ ആണല്ലോ. റൂട്ടിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് ക്യാൻസൽ ആയി പോകും. അപ്പൊ എക്സ് പ്ലസ് 5 ഇവിടെ എക്സ് മൈനസ് 16 വരും. ഈസ് ഈക്വൽ ടു ഇവിടെ 25 ഇവിടെ 4. ഓക്കെ ആണല്ലോ. ഇനി ഇതിനെ അങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് കണ്ടുപിടിക്കാം. ഇനി ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സ് പ്ലസ് 5 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു എക്സ് മൈനസ് 16. ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x പ്ലസ് 20 ഈസ് ഈക്വൽ ടു 25x മൈനസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 25 ഇൻറ്റു 10 ചെയ്യുമ്പോഴത്തേക്ക് 250, 25 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 150. 25 ഇൻറ്റു 10 250, 6 ഇൻറ്റു 25 ചെയ്യുമ്പോഴത്തേക്ക് 150. അപ്പം 250 400 വരും. ഓക്കെ, 400 വരും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഈ 20നെ ഇങ്ങോട്ടേക്ക് കൊണ്ടിരുന്നു, 25നെ ഇങ്ങോട്ടേക്ക് കൊണ്ടിരുന്നു. അപ്പോൾ 4x മൈനസ് 25x ഈസ് ഈക്വൽ ടു മൈനസ് 400 മൈനസ് 20. അപ്പോൾ നമുക്കിവിടെ മൈനസ് 21x എന്ന് വരുന്നു. ഈസ് ഈക്വൽ ടു മൈനസ് 420 എന്ന് വരുന്നു. മൈനസ് മൈനസ് കട്ട് ചെയ്യുന്നു. എക്സ് ഈസ് ഈക്വൽ ടു 420 ഡിവൈഡ് ബൈ 21 എന്ന് വരുന്നു. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 20 വരും. ഡൗട്ട് ഉള്ളവർ ചോദിക്കാം.